യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും കർത്താവിൻ്റെ ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഉദ്ധിതനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈജിപ്ഷ്യൻ പിരമിഡുകളെക്കുറിച്ച് നാം വളരെയധികം കേട്ടിട്ടുണ്ട്. ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഫറവോകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കൂറ്റൻ കല്ലറകളാണ് ഈ പിരമിഡുകൾ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണിത്. നിരവധി ആളുകൾ ഓരോ വർഷവും ഇവ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രശസ്തിയാർജിച്ച ഒന്നാണ് ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി. ഒട്ടനവധി ആളുകളാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത്. വളരെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ, ചിത്രകാരന്മാർ, എഴുത്തുകാർ, രാഷ്ട്രീയക്കാർ എന്നിവരുടെ കബറിടങ്ങളാണ് ഇവിടെയുള്ളത്. മേൽപ്പറഞ്ഞ ഈ രണ്ട് സ്ഥലങ്ങളെക്കാളും സന്ദർശകരുള്ള മറ്റൊരിടമുണ്ട്, ജെറൂസലേമിലെ ഈശോയുടെ കബറിടം. ഈ കല്ലറ മറ്റ് കല്ലറകളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇത് ശൂന്യമാണ്. ഈശോയുടെ കല്ലറയ്ക്ക് മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഏതാനും ചില വാക്കുകളുണ്ട്. ഹീ ഈസ് നോട്ട് ഹിയർ, അവൻ ഇവിടെയില്ല എന്നാണ് ആ വാക്കുകൾ. സ്നേഹം നിറഞ്ഞവരെ, ഈശോ കല്ലറയിലില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം നമുക്കേവർക്കും പ്രത്യാശയും പ്രതീക്ഷയും ജീവിക്കാനുള്ള ധൈര്യവും കരുത്തുമാണ് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അതിരാവിലെ തന്നെ യേശുവിൻ്റെ ശവകുടീരത്തിലേക്ക് പോയ മഗ്ദലിന മറിയം ശവകുടീരത്തിൽ കല്ല് മാറ്റപ്പെട്ടതായി കാണുകയും ഉടൻ തന്നെ തിരിച്ചുപോയി അതിനെക്കുറിച്ച് പത്രോസിനെയും യോഹന്നാനെയും അറിയിക്കുകയും ചെയ്തു. ഈ രണ്ട് ശിഷ്യന്മാരും ഓടി കല്ലറയിലെത്തി. ആദ്യം പത്രോസും പിന്നാലെ യോഹന്നാനും കല്ലറയിൽ പ്രവേശിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. തങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശിഷ്യന്മാർ പിന്നീട് ആ ഓട്ടം നിർത്തിയതേയില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പരമാവധി പേർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വ്യഗ്രത നിറഞ്ഞ ഓട്ടമായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. അവരുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ആ ഓട്ടത്തിലായിരുന്നു അവർ. ഈശോയുടെ ഉദ്ധാനം അനുഭവിച്ചറിഞ്ഞപ്പോൾ അവരുടെ പഴയ ജീവിത ശൈലികൾക്ക് മാറ്റം വന്നു. യേശുവിൻ്റെ ഉദ്ധാനത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ ഇടയിൽ മാത്സര്യമുണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. പിടിവാശിയും മുറുമുറുപ്പും തള്ളിപ്പറയലും അവിശ്വസ്തതയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഉദ്ധാനം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. കർത്താവിൻ്റെ ഉദ്ധാനം അവരുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്നപ്പോൾ അവരുടെ ഇടയിൽ അനാവശ്യ തർക്കങ്ങളോ മാത്സര്യമോ അവിശ്വസ്തതയോ തള്ളിപ്പറയലോ ഒന്നുമില്ലായിരുന്നു. ഉദ്ധിതനിൽ നിന്നും വരുന്ന സന്തോഷവും സമാധാനവും കൊണ്ട് അവരുടെ ജീവിതം നിറഞ്ഞു. ഉദ്ധിതനെ ലോകമെങ്ങും അറിയിക്കുവാനായി അവരുടെ പാദങ്ങൾ അവർ ചലിപ്പിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മിൽ തന്നെ ഉയർത്തേണ്ട ഒരു ചോദ്യമുണ്ട്. ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ടോ? ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറിയിട്ടുണ്ടോ? നമ്മുടെ ഇടയിൽ അനാവശ്യ മത്സര്യവും തർക്കങ്ങളും അവിശ്വസ്തതയും തള്ളിപ്പറയലുകളും അസൂയയും കലഹവുമൊക്കെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഉദ്ധിതൻ നമുക്കൊരനുഭവമായി മാറിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പഴയ ജീവിത ശൈലികൾ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറായിട്ടില്ല. ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഉദ്ധിതനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കൊരവസരം കൂടി കൈവന്നിരിക്കുകയാണ്. ഈ വർഷം ഉദ്ധാന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ശിഷ്യന്മാർ അവനെ ലോകമെമ്പാടും അറിയിക്കുവാൻ ഓടിയതുപോലെ ഉദ്ധിതനായ തമ്പുരാൻ നൽകുന്ന സന്തോഷവും സമാധാനവും പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കുവാനുള്ള ഓട്ടം നമുക്ക് ആരംഭിക്കാം. ഉദ്ധിതനു വേണ്ടി നമ്മുടെ പാദങ്ങളെ നമുക്ക് ചലിപ്പിക്കാം. ഒരിക്കൽ കൂടി ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ഉദ്ധിതനായ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.